നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി വരുമ്പോൾ ദൈവസന്ധി പോയി പ്രാർത്ഥിക്കുക. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഇന്നത്തെ ചിന്ത യെശയ്യാ 36 അധ്യായം. യെശയ്യാ 36 37 ഒന്നിച്ച് പഠിക്കേണ്ടതാണ്. ഈ 2 അധ്യായത്തില് അസൂര്യൻ ആർമി യഹൂദയ്ക്കെതിരെ വലിയ സൈന്യമായി യുദ്ധത്തിന് വരുന്നു. അവർ യഹോവ ദൈവത്തിൽ ആശ്രയിക്കുന്ന അതിന്റെ ഫലം അത് നറേറ്റീവായിട്ട് എഴുതിയേക്കുവാണ്. യെശയ്യാവ് രാജാവായതിന്റെ 14-ാം വർഷത്തിലാണ് അസൂര്യൻ ആർമി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിച്ച് യെരൂശലേമിലേക്ക് വരുന്നത്. അന്ന് അശ്ശൂരിന്റെ രാജാവ് സെൻഹെരീബ് വലിയൊരു സൈന്യമായി റബ്ശക്കെ ലാക്കീഷിൽ നിന്ന് യെരൂശലേമിലേക്ക് അയക്കുവാണ്. റബ്ശക്കെ ഒരു ഫീൽഡ് കമാൻഡറാണ്. അവർ നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ പേര് ഹൈവേ ടു ദ വാഷേഴ്സ് ഫീൽഡ്. രാജധാനി വിചാരകൻ ആയ എലിയാക്കിം, രാജശേഖരനായ ശെബ്ന, യോവാബ് മന്ത്രി, ഈ 3 പേരും ഹിസ്കിയാ രാജാവിന്റെ പ്രതിനിധിയാണ്. റബ്ശക്കയുടെ വലിയ ഭീഷണിയാണ്, നിങ്ങൾ നിങ്ങളുടെ യഹോവ ദൈവത്തെ വിട്ടിട്ട് മഹാരാജാവായ അശൂരിൽ ആശ്രയിക്കുക. നിങ്ങൾ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈജിപ്റ്റ് നിങ്ങളെ വിടുവിക്കാൻ സാധ്യമല്ല, അത് വെറും ഒരു ചതഞ്ഞ ഓടയാണ്. അതിൽ ആശ്രയിക്കുന്നവരൊക്കെ തോറ്റുപോകും. അടുത്ത ഭീഷണി, ഹിസ്കിയാ രാജാവായി കയറിയപ്പോൾ ബാൽ, അശേര, കനാന ദൈവങ്ങളുടെ എല്ലാം യാഗപീഠങ്ങളെ നീക്കിക്കളഞ്ഞു. ജനത്തോട് യെരൂശലേമിൽ വന്ന് ദൈവത്തിന് ആലയത്തിൽ ആരാധിക്കാൻ പറഞ്ഞു. പക്ഷെ റബ്ശക്കയ്ക്ക് തെറ്റി വന്നു. റബ്ശക്കെ വിചാരിച്ചത് ഹിസ്കിയാ രാജാവ് യഹോവ ദൈവത്തിന്റെ യാഗപീഠങ്ങളെയാണ് നീക്കിക്കളഞ്ഞത്, അതുകൊണ്ട് ദൈവം യഹോവ നിങ്ങളെ സഹായിക്കത്തില്ല. അടുത്ത നിങ്ങൾ റബ്ശക്കെ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാതുകെട്ട് നിങ്ങൾ ഈജിപ്തിൽ ആശ്രയിക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് 2000 കുതിരകളെ തരാം. പക്ഷെ ഈ കുതിരകൾ ഓടിക്കാനുള്ള റൈഡേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞങ്ങൾ വലിയൊരു സൈന്യം 2 ലക്ഷത്തോളം ആൾക്കാരായിട്ടാണ് യുദ്ധത്തിന് വേണ്ടി വരുന്നത്. അടുത്ത ഭീഷണി, ഞങ്ങൾ യഹോവ ദൈവത്തോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് യുദ്ധത്തിന് വന്നേക്കുന്നത്. ദൈവമാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഈ രാജ്യത്തെ ക്യാപ്ചർ ചെയ്ത് നിങ്ങളെല്ലാം നശിപ്പിക്കാൻ. ഇത് കേട്ടപ്പോൾ എലിയാക്കിം, ശെബ്ന, യോവാബ് അവരോട് അരാം ഭാഷയിൽ സംസാരിക്കാൻ പറഞ്ഞു. അരാം ഭാഷ പൊതുജനത്തിന് മനസ്സിലാകത്തില്ല, അവരിതൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോകും. പക്ഷെ റബ്ശക്കെ ഹെബ്രായ ഭാഷയിൽ പിന്നെയും ഉറക്കെ വെല്ലുവിളിക്കുകയാണ്. അടുത്ത വെല്ലുവിളി, ഹിസ്കിയാ നിങ്ങളെ ചതിക്കുവാണ്, ഈ ദൈവത്തിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ സാധിക്കത്തില്ല, ഈ രാജ്യം ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുവാണ്. അടുത്ത പ്രലോഭനത്തിന്റെ വാക്കുകളാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ സന്ധി ചെയ്യും, ഒരു പീസ് ട്രീറ്റി, നിങ്ങളുടെ മുന്തിരി വൃക്ഷം, അത്തി വൃക്ഷം, ഇതിന്റെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങളുടെ കിണറ്റിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. അത് മാത്രമല്ല ധാന്യം, ബീജം, അപ്പവും മുന്തിരി തോട്ടമുള്ള ദേശത്തേക്ക് ഞങ്ങൾ പിന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അടുത്ത അവസാനത്തെ ഭീഷണി, ഈ ജാതികളുടെ ദേവന്മാർ എവിടെ? ഹമാത്തും ആർപ്പാടും സെറപ്പ്, ഇവരൊക്കെ എവിടെ? ഇവർക്കൊന്നും ഇവിടെ രാജ്യത്തെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല സമേരിയ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ആണെന്ന്, അതിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തി. നിങ്ങളുടെ യഹോവ ദൈവം അതുപോലൊക്കെ ഒരു ദൈവമാണ്. ഇത് കേട്ടപ്പോൾ അവർ മിണ്ടാതിരുന്നു. ഹിസ്കിയാ അവരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. സങ്കീർത്തനം 46:10 പറഞ്ഞേക്കുന്നത്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്, ഐ വിൽ ബി എക്സോൾട്ടഡ് അമംഗ് ദ നേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം. അടുത്ത നമ്മൾ അധ്യായത്തിൽ നമുക്ക് കാണാം, യെശയ്യാവ് ദൈവത്തിന് ആലയത്തിൽ പോയി കൈ മലർത്തി പ്രാർത്ഥിച്ചു. ദൈവം അന്ന് രാത്രി ഒരു ദൂതനെ അയച്ചു, 1,80,000 അശ്ശൂർ പടയാളികളെ നശിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇവിടെ പ്രതിസന്ധി വരുമ്പോൾ ദൈവസന്ധി പോയി പ്രാർത്ഥിക്കുക. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.